കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 26ാമത്തെ വീഡിയോ ആണ് ഇത്. മനുഷ്യരായ നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപവും ദൈവത്തിന് എതിരായിട്ടുള്ള ഒന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയും നീതിയും അനന്തം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. ഇക്കാരണത്താല് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അയാള് ദൈവത്തിനു മുൻപിൽ അനന്തമായ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹനായി മാറുന്നു. ഇക്കാരണത്താൽ മനുഷ്യർ എല്ലാവരും നരകശിക്ഷയ്ക്ക് അല്ലെങ്കിൽ നിത്യശിക്ഷയ്ക്ക് അർഹരാണെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് ഒരാൾ യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുമ്പോൾ അയാളുടെ പേരിലുള്ള അനന്തമായ കടം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയാൽ ക്ഷമിക്കപ്പെടുന്നു. എന്നാൽ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ചില മനുഷ്യർ ചെയ്യുന്ന ചില പാപങ്ങളുടെ കാര്യത്തിൽ ഈ നിത്യശിക്ഷയ്ക്ക് പുറമെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ശിക്ഷ കൂടിയുണ്ട്. ഈ കാലിക ശിക്ഷ അനന്തം അല്ല, പിന്നെയോ അത് പരിമിതം, ഫൈനൈറ്റ് ആണ്. കാലിക ശിക്ഷ ഒരാൾക്ക് ഭൂമിയിൽ വെച്ച് തന്നെ സഹിച്ചു തീർക്കാം. ഇനി ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത്, പർഗറ്ററി, അവിടെ വെച്ച് സഹിക്കേണ്ടതായി വരും. ഇതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഈ പ്രഭാഷണ പരമ്പരയിലെ 25ാമത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിരുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോ കാണുക. അതിനു ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണുക. ഇന്ന് ഒരാള് യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് കരുതുക, സ്നാനപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ അയാളിൽ നിന്ന് നിരവധി പാപ ദുശീലങ്ങൾ, ബലഹീനതകൾ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ആ അവസരത്തിൽ തന്നെ അയാളിൽ നിന്ന് എല്ലാ പാവബലഹീനതകളും അല്ലെങ്കിൽ ദുശീലങ്ങളും പൂർണ്ണമായി വിട്ടുപോയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ചില ബലഹീനതകൾ ഓരോ പരിധിയിൽ തുടർന്നും അവശേഷിച്ചു എന്ന് വരാം. യേശുവിൽ ഒരാൾ ശരിയായ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അയാളിൽ ഒരു വിശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ സയന്റിഫിക്കേഷൻ ആരംഭിക്കുന്നു. ഈ വിശുദ്ധീകരണം ജീവിത അവസാനം വരെ നീളുന്ന ഒന്നാണ്. വിശുദ്ധീകരണം പുരോഗമിക്കുന്നതനുസരിച്ച് ഇയാളിൽ നിന്ന് കൂടുതൽ പാപദുശീലങ്ങൾ അല്ലെങ്കിൽ ബലഹീനതകൾ വിട്ടു പോയിക്കൊണ്ടിരിക്കും. ഇനി യേശുവിനോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വിശ്വാസിയുടെ കാര്യം പരിഗണിക്കുക. പാപം ചെയ്യാതിരിക്കാൻ അയാൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ വിശുദ്ധീകരണം പൂർത്തിയാകുന്നതിന് മുമ്പ് അയാളിൽ ചില ബലഹീനതകൾ അവശേഷിക്കും. ഈ ബലഹീനത നിമിത്തം അയാള് ഒരു പാപം ചെയ്തു എന്ന് കരുതുക. പാപം ചെയ്യേണ്ടി വന്നതിൽ അയാൾക്ക് ആത്മാർത്ഥമായ ദുഃഖം ഉണ്ട് താനും. ഈ വിശ്വാസി തന്റെ തെറ്റ് ആത്മാർത്ഥമായി അനുദപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ആ പാപത്തിന്റെ പേരിലുള്ള നിത്യശിക്ഷ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടും. ഇയാളുടെ പാപത്തില് ഈ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് കാര്യമായിട്ട് കാണുകയില്ല. തെറ്റ് പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റുപറയുന്ന ആ നിമിഷത്തിൽ തന്നെ ആ പാപം പൂർണ്ണമായിട്ടും ക്ഷമിക്കപ്പെടുന്നു. പിന്നെ മറ്റ് പ്രശ്നങ്ങൾ ആ പാപത്തിന്റെ പേരിൽ കാണപ്പെടുകയില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൽ നിന്നുള്ള ഒരു ഭാഗം നിങ്ങൾ കാണുക. തീക്ഷ്ണമായ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്ന മനസ്താപത്തിന് ഒരു ശിക്ഷയും അവശേഷിക്കാത്ത വിധം പാപിയുടെ സമ്പൂർണമായ ശുദ്ധീകരണം നേടാൻ കഴിയും. അതായത് ആത്മാർത്ഥതയുള്ള ഒരു വിശ്വാസി, യേശുവിനോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള ഒരാൾ, ഇദ്ദേഹം ബലഹീനത നിമിത്തം ഒരു പാപം ചെയ്തു പോയാൽ തെറ്റ് ദൈവത്തോട് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞാൽ മതി. യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ അത് പൂർണ്ണമായിട്ടും ക്ഷമിക്കപ്പെടും. പിന്നെ ആ പാപത്തിന്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങൾ കാണപ്പെടുകയില്ല. എന്നാൽ എല്ലാ വിശ്വാസികളും യേശുവിനോട് ഒന്നുപോലെ ആത്മാർത്ഥതയുള്ളവർ ആയിരുന്നു കൊള്ളണമെന്നില്ല.
ആത്മാർത്ഥത കുറവുള്ള വിശ്വാസികളുമുണ്ട്. ഇങ്ങനെയുള്ള ചില വിശ്വാസികൾക്ക് ദൈവം ചില പാപദുശീലങ്ങളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ നൽകുന്നു എന്ന് കരുതുക. അതായത് ചെയ്യരുതെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പാപങ്ങൾ ചെയ്യാതിരിക്കുന്നതിനുള്ള കഴിവ്, പ്രാപ്തി അവർക്കുണ്ട്. എന്നിട്ടും ആത്മാർത്ഥത കുറവ് നിമിത്തം പാപത്തിന്റെ താൽക്കാലികമായ ഒരു സുഖത്തിനും നേട്ടത്തിനും വേണ്ടി ഇവര് ഈ പാപം ചെയ്യുന്നു എന്ന് കരുതുക. ഈ വ്യക്തികള് തങ്ങളുടെ തെറ്റ് പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ഈ പാപത്തിന്റെ പേരിലുള്ള നിത്യശിക്ഷ യേശുവിന്റെ കാൽവരിയാഗത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടും. പിന്നെ അവർക്ക് നരകത്തിൽ പോകേണ്ടി വരത്തില്ല. പക്ഷേ ഈ വിശ്വാസികൾ ചെയ്ത ഈ പാപത്തിൽ ഈ നിത്യശിക്ഷയ്ക്ക് പുറമെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് അതും കൂടി ഉണ്ട്. ഈ കാലിക ശിക്ഷ ഈ പാപം ചെയ്ത ആളുകൾ തന്നെ സഹിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് സഹിച്ചു തീർന്നില്ലെങ്കിൽ അവര് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അത് സഹിക്കേണ്ടതായി വരും. ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഈ പ്രഭാഷണ പരമ്പരയിലെ 25ാമത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണുക. കാലിക ശിക്ഷ, ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ച് കുറെ കൂടെ ആഴത്തിൽ വിശദീകരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്യമിച്ചിരിക്കുന്നത്. മനുഷ്യരായ നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപവും ദൈവത്തിന് എതിരായിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ദൈവകൽപ്പന ലംഘിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങൾ അത് ദൈവത്തിന് മാത്രം എതിരായിട്ടുള്ളതല്ല, പിന്നെയോ മറ്റ് മനുഷ്യർക്ക്, സഹോദരങ്ങൾക്ക് കൂടി എതിരായിട്ടുള്ള ഒന്നാണ്. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ വിശദീകരിക്കാം. ഒരു മനുഷ്യൻ തന്റെ അയൽക്കാരന്റെ പുരയിടത്തിൽ നിന്ന് ഒരു തേങ്ങ മോഷ്ടിക്കുന്നു എന്ന് കരുതുക. തീർച്ചയായും ഇയാള് ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നു. കാരണം 10 കൽപ്പനകളിൽ പെട്ട ഒന്നാണ് മോഷ്ടിക്കരുത് എന്ന പ്രമാണം. ഇയാള് ആ പ്രമാണം ലംഘിക്കുന്നു, ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇയാള് ദൈവത്തിനെതിരെ മാത്രമല്ല പാപം ചെയ്യുന്നത്, തന്റെ അയൽക്കാരനെതിരായിട്ട് കൂടി ഇയാള് തെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അയാൾക്ക് ഒരു തേങ്ങായുടെ നഷ്ടം വരുത്തിയിരിക്കുന്നു. ഇനി ഈ മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുന്നയാളാണ്. അയാൾ പശ്ചാത്തപിച്ച് തെറ്റ് ദൈവത്തോട് ഏറ്റുപറയുന്നു എന്ന് കരുതുക. അപ്പോൾ ആ പാപത്തിന്റെ പേരിലുള്ള നിത്യശിക്ഷ അല്ലെങ്കിൽ നരകശിക്ഷ യേശുവിന്റെ കാൽവരിയാഗത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടും. എന്നാൽ അതുകൊണ്ട് ദൈവത്തിന് ഈ മനുഷ്യനെ പൂർണ്ണമായി അംഗീകരിക്കാനായി എന്ന് വരുന്നില്ല. ദൈവത്തിന് ഈ മനുഷ്യനെ പൂർണ്ണമായി അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അയൽക്കാരന് ആ ഒരു തേങ്ങായുടെ നഷ്ടപരിഹാരം കൂടി ഇയാള് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19ാം അധ്യായത്തില് നമ്മള് സക്കേവോസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരുന്നതിന്റെ വിവരണം വായിക്കുന്നുണ്ട്. സക്കേവോസ് യേശുവിന് ഒരു വലിയ വിരുന്ന് ഒരുക്കി. വാസ്തവത്തില് യേശുവിനെ തന്റെ ജീവിതത്തിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണ് സക്കേവോസ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ സക്കേവോസ് പറഞ്ഞു, കർത്താവെ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സക്കേവോസ് ഇത് പറഞ്ഞപ്പോഴാണ് യേശു പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ആ വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. സക്കേവോസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവെ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവിടെ കാണുക, സക്കേവോസ് താൻ വഞ്ചിച്ചിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം ചെയ്യുവാനായിട്ട് തയ്യാറായി. അതും കൂടി ചെയ്തപ്പോഴാണ് യേശുവിന് സക്കേവോസിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാം എന്ന ഒരു നില വന്നത്. അതായത് വിശ്വാസികളായ നമ്മൾ ജീവിതത്തില് മറ്റ് മനുഷ്യരോട് ചില അതിക്രമങ്ങൾ ഒക്കെ കാണിച്ചു എന്ന് വരാം, അവരോട് വഴക്കിട്ടു എന്ന് വരാം, അവർക്ക് മനക്ലേശവും സാമ്പത്തിക നഷ്ടവും ഒക്കെ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്തു എന്നും ഒക്കെ വരാം. ഇങ്ങനെ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ദൈവത്തോട് ഏറ്റുപറയണം. അപ്പോൾ ആ തെറ്റിന്റെ പേരിലുള്ള നിത്യശിക്ഷ യേശുവിന്റെ കാൽവരിയാഗത്തിന്റെ യോഗ്യതയാൽ ക്ഷമിക്കപ്പെടും. എന്നാൽ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല, നമ്മൾ ആ വേദനിപ്പിച്ച സഹോദരങ്ങളുമായി രമ്യപ്പെടാൻ തയ്യാറാകണം. അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാൻ തയ്യാറാകണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പേരിൽ
കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് കടന്നു വരും. അത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സഹിക്കേണ്ടതായിട്ട് വരും. ശേഷിക്കുന്നുണ്ടെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് സഹിക്കേണ്ടതായിട്ട് വരും. ഒരാള് യേശുവിനെ തന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു, സ്നാനപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ രക്ഷയിലേക്ക് കടന്നു വന്നു. ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഈ രക്ഷ നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത് സ്വതന്ത്ര മനസ്സ്, ഫ്രീ വിൽ ഉള്ള ഒരു ജീവിയാണ്. തന്മൂലം ഒരാൾക്ക് വേണമെങ്കിൽ ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിൽ നിന്ന് സമൂലം തള്ളിക്കളയാം. നമ്മൾ ഇതിനെ അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസ പരിത്യാഗം എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു വിശ്വാസി പിന്നീട് യേശുവിനെ സമൂലം തന്റെ ഹൃദയത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ അയാൾക്ക് രക്ഷ നഷ്ടപ്പെടും. അതുപോലെ ഒരു വിശ്വാസി പിന്നീട് മാരകമായ വളരെ ഗൗരവമേറിയ ഏതെങ്കിലും പാപം ചെയ്യുന്നു എന്ന് കരുതുക. അതിനുശേഷം അനുതപിക്കാതെ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നാലും അയാൾക്ക് രക്ഷ നഷ്ടപ്പെടും. ചില വചനഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. ഏതെങ്കിലും ഒരു വിശ്വാസി ഇതുപോലെയുള്ള മാരക പാപങ്ങൾ ചെയ്തിട്ട് അനുതപിക്കാതെ മരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അയാൾക്ക് രക്ഷ നഷ്ടപ്പെട്ടു പോകും, അയാൾ നരകത്തിൽ പോകും. ഇനി ചില വിശ്വാസികൾ ഇങ്ങനെ ഗൗരവമേറിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഗൗരവം കുറഞ്ഞ പാപങ്ങൾ, അതായത് ലഘു പാപങ്ങൾ ചെയ്യുന്നു. ഇതിനുശേഷം അവര് അനുതപിക്കാതെ മരിക്കുന്നു എന്ന് കരുതുക. ഇവര് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്, മാരകപാപം ചെയ്തിട്ടില്ല. തന്മൂലം അവർ നരകത്തിൽ പോകും എന്ന് നമുക്ക് കരുതാനാവില്ല. പക്ഷേ ഈ ലഘുപാപങ്ങൾ ചെയ്തിട്ട് അനുതപിക്കാതെ മരിച്ചത് മൂലം അവരുടെ പേരിൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് ഉണ്ട്. അത് മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അവര് സഹിക്കേണ്ടതായി വരും. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് മനുഷ്യരായ നമ്മൾ ജീവിതത്തിൽ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ശിക്ഷയ്ക്ക്, ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹരാകുന്നു. ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. തന്മൂലം ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് കുരിശുമരണം സഹിച്ച് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു നമുക്ക് രക്ഷ നേടിത്തന്നു. നമ്മുടെ പേരിലുള്ള അനന്തമായ കടം അല്ലെങ്കിൽ ശിക്ഷ അത് ക്ഷമിക്കപ്പെട്ടു. അപ്പോൾ എത്ര വലിയ ഒരു കടമാണ് ദൈവം നമുക്ക് ഇളച്ചു തന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുക. തന്മൂലം നമുക്കെതിരെ തെറ്റ് ചെയ്യുന്ന മറ്റു മനുഷ്യരോട്, സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. യേശു വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടും ക്ഷമിക്കുകയില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടും ക്ഷമിക്കും. അതുപോലെ മത്തായിയുടെ സുവിശേഷത്തില് യേശു ഒരു രാജാവിന്റെയും ഒരു സേവകന്റെയും സഹസേവകന്റെയും ഉപമ പറയുന്നുണ്ട്. അതായത് ഒരു രാജാവിന് ഒരു സേവകൻ ഉണ്ടായിരുന്നു. അയാള് രാജാവിന് 10,000 താലന്ത് കടപ്പെട്ടിരുന്നു. ഈ സേവകന് അത് കൊടുത്തു വീട്ടുവാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് രാജാവ് ആ കടം മുഴുവൻ അയാൾക്ക് ഇളച്ചു കൊടുത്തു. ഇനി ഈ സേവകന് ഒരു സഹസേവകൻ ഉണ്ട്. ആ സഹസേവകൻ ഈ സേവകന് 100 താലന്ത് കടപ്പെട്ടിരുന്നു. ആ സഹസേവകനും ഇത് കൊടുത്തു വീട്ടുവാൻ നിവൃത്തിയില്ലായിരുന്നു. എന്നാൽ ഈ സേവകൻ അതിന്റെ പേരിൽ ഈ സഹസേവകനെ ജയിലിൽ അടച്ചു. ഈ വിവരം അറിഞ്ഞ രാജാവ് ഈ സേവകനെ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ ഓമയിൽ കാണുന്നു. വചന ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു.
ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. അതായത് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് യേശു ഇവിടെ പറയുന്നു. ഇനി ഏതെങ്കിലും ഒരാള് സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നില്ല എന്ന് കരുതുക. അവരോട് കഠിനമായ വെറുപ്പും വിരോധവും എല്ലാം വെച്ച് പുലർത്തുന്നു. ഈ ഒരു അവസ്ഥയിൽ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ നരകത്തിൽ തന്നെ പോയി എന്നിരിക്കും. ഇനി ചില വിശ്വാസികളുണ്ട്, അവര് മറ്റുള്ളവരുടെ തെറ്റുകൾ ഒക്കെ ക്ഷമിക്കും, എന്നാൽ പൂർണ്ണമായിട്ടും ക്ഷമിക്കത്തില്ല. കുറച്ച് വെറുപ്പും നിരസവും ഒക്കെ വെച്ച് പുലർത്തും. ഈ അവസ്ഥയിൽ ഇവര് മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് ഉണ്ട്. അതിന്റെ പേരിൽ അവർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായി വരും. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഒരാള് യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അയാളിൽ ഒരു വിശുദ്ധീകരണ പ്രക്രിയ, സയന്റിഫിക്കേഷൻ ആരംഭിക്കുന്നു. ഈ വിശുദ്ധീകരണം പുരോഗമിക്കുന്നതനുസരിച്ച് അയാളിൽ നിന്ന് കൂടുതൽ പാപബലഹീനതകൾ ഒന്നൊന്നായി വിട്ടുപോകും. ഇനി ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്ന ആ സമയത്ത് അയാളിൽ ചില ബലഹീനതകൾ ഉണ്ടായിരിക്കാം. ആ ബലഹീനത നിമിത്തം അയാൾ പാപം ചെയ്തേക്കാം. ദൈവം ഇത് ഏറെ ഗൗരവമായി എടുത്തു എന്ന് വരില്ല. എന്നാൽ ഈ ബലഹീനത അയാളിൽ വച്ച് കൊണ്ടിരിക്കാനായിട്ട് ദൈവത്തിന് ഉദ്ദേശമില്ല. വിശുദ്ധീകരണത്തിലൂടെ ആ ബലഹീനത അയാളിൽ നിന്ന് നീക്കിക്കളയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വിശുദ്ധീകരണം നന്നായിട്ട് നടക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിന്റെ പ്രവർത്തനങ്ങളോട് നമ്മൾ ബോധപൂർവം സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു വ്യക്തി ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിനോട് വേണ്ട വിധം സഹകരിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെ വന്നാൽ അയാളിലെ പാപബലഹീനതകൾ വിട്ടുപോകില്ല. കുറെ കാലം കഴിഞ്ഞാലും ആ ബലഹീനതകൾ അയാളിൽ ഉണ്ടായിരിക്കും. പിന്നെ ഈ ബലഹീനത നിമിത്തം അയാൾ ഒരു പാപം ചെയ്താൽ അതിന്റെ ഉത്തരവാദി അയാൾ തന്നെയാണ്. അത് ദൈവം ഗൗരവമായിട്ടെടുക്കും. കാരണം ഈ ബലഹീനത നീക്കിക്കളയുന്നതിനുള്ള പരിശുദ്ധാത്മ പ്രവർത്തനത്തോട് അയാൾ വേണ്ട രീതിയിൽ സഹകരിച്ചില്ല. ഞാൻ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കാം, നിങ്ങൾക്ക് കുറെ കൂടെ നന്നായി മനസ്സിലാകും. അതായത് ഒരു ഗ്രാമത്തില് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. കഠിനമായ പുകവലി ശീലത്തിന് അടിമപ്പെട്ട ഒരാള്. ഒരഡിക്ഷൻ ഇക്കാര്യത്തിൽ അയാൾക്കുണ്ട്. പുകവലിക്കരുതെന്ന് തീരുമാനിച്ചാലും അയാള് സിഗരറ്റും ബീഡിയും ഒക്കെ വലിക്കും. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിൽ ഒരു ഡോക്ടർ വന്നു. ആ ഡോക്ടറുടെ കയ്യിൽ ഒരു മരുന്നുണ്ട്, വില കുറവാണ്, അതുപോലെ സൈഡ് എഫക്ട്സ്, പാർശ്വഫലങ്ങൾ ഒന്നുമില്ല. ഈ മരുന്ന് 2 or 3 തവണയോ കഴിച്ചു കഴിഞ്ഞാൽ ഈ പുകവലി ശീലം പൂർണ്ണമായിട്ടും മാറിപ്പോകും. എന്നാൽ നമ്മുടെ ഈ കഥാപുരുഷൻ ഈ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഈ മരുന്ന് വാങ്ങിക്കഴിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് കരുതുക. പുകവലി ശീലം തുടർന്നും അയാളിൽ നിലനിന്നു. ഇനി ഇയാൾ പുകവലിച്ചു കഴിഞ്ഞാൽ അത് ബലഹീനത കൊണ്ടാണെന്ന് പറയുവാനായിട്ട് പറ്റത്തില്ല. അയാൾ ചെയ്യുന്നത് ഗൗരവമേറിയ ഒരു തെറ്റായിരിക്കും. കാരണം ഈ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഈ മരുന്ന് വാങ്ങിക്കഴിക്കാൻ അയാൾ തയ്യാറായില്ല. അതുപോലെ നമ്മിൽ ചില ബലഹീനതകൾ കാണും. എന്നാൽ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണത്തിലൂടെ അത് മാറ്റിക്കളയുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം. വേണ്ട രീതിയിൽ നമ്മൾ സഹകരിക്കുന്നില്ലെങ്കിൽ ഈ ബലഹീനതകൾ നിലനിൽക്കും. പിന്നെ ഈ ബലഹീനത നിമിത്തം പാപം ചെയ്തു കഴിഞ്ഞാൽ അത് ഗൗരവമേറിയ ഒരു പാപമായിരിക്കും. ഇനി ഒരാള് യേശുവിൽ വിശ്വസിച്ചു. അയാളിൽ വലിയ പാപ ബലഹീനതകൾ ഒന്നുമില്ല, ദുശീലങ്ങൾ ഒന്നുമില്ല. പക്ഷെ ചെറിയ ചില ദുശീലങ്ങൾ അയാളിൽ തുടർന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതുക. ഈ രീതിയിൽ ഒരു 10-20 വർഷം അയാൾ ജീവിച്ചു, പിന്നെ മരിക്കുകയും ചെയ്തു. ഈ മരണസമയത്തും ഈ ചെറിയ ബലഹീനതകൾ അല്ലെങ്കിൽ ചെറിയ പാപശീലങ്ങൾ അയാളിൽ നിലനിൽക്കുന്നുണ്ട്. തന്മൂലം അയാള് ലഘുപാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മരിക്കുന്നതിന് മുമ്പ് ഇയാള് ഈ ലഘുപാപങ്ങൾ മനസ്തപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. തീർച്ചയായിട്ടും യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ദൈവം അത് ക്ഷമിക്കും. അതിന്റെ പേരിലുള്ള നിത്യശിക്ഷ മാറിപ്പോകും. അയാൾക്ക് നരകത്തിൽ പോകേണ്ടി വരത്തില്ല. പക്ഷേ മരിക്കുന്ന അവസരത്തിൽ ഇയാളുടെ മനസാക്ഷിയിലെ സ്വരം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധീകരണ പ്രക്രിയകളോട് ഞാൻ വേണ്ട രീതിയിൽ സഹകരിച്ചില്ല. ഇങ്ങനെ ഒരു മനസ്സുമായിട്ടാണ് അയാൾ മരിക്കുന്നത്. തന്മൂലം അയാളുടെ പേരിൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് ഉണ്ടായിരിക്കും.
മരണശേഷം അയാൾക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കുറെ കാലം കഴിയേണ്ടതായും വരും. ഇനി ആത്മീയമായി വളരാൻ ദൈവം നമ്മുടെ മുമ്പിൽ നിരവധി അവസരങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. ലോകത്ത് ചില രാജ്യങ്ങളിൽ ഇനിയും സുവിശേഷ സന്ദേശം കടന്നു ചെന്നിട്ടില്ല. എന്നാൽ ക്രിസ്ത്യാനികളായി നമ്മൾ ഒരു ക്രൈസ്തവ സഭയിൽ ജനിക്കാൻ ഇടയായി, അതുപോലെ ബൈബിളിനെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ ഇടയായി. ആത്മീയമായി വളരാൻ കൂടുതൽ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരള കത്തോലിക്ക സഭയുടെ കാര്യം പരിഗണിച്ചാൽ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒന്നും ഇല്ലായിരുന്ന നിരവധി അനുകൂല സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. നിരവധി കൺവെൻഷനുകള്, അതുപോലെ ധ്യാനങ്ങള്, യൂട്യൂബ്, ടെലിവിഷൻ പ്രോഗ്രാമുകള്, പുസ്തകങ്ങള്, മാസികകള്, ഇങ്ങനെയെല്ലാം നിരവധി കാര്യങ്ങൾ. അപ്പോൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ആത്മീയമായി വളരാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു പാപമാണെന്ന് ബൈബിൾ പറയുന്നു. യേശു യഹൂദരുടെ ഇടയിൽ 3 വർഷക്കാലം പരസ്യജീവിതം നയിച്ചു. നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവരെ ദൈവത്തിന്റെ മാർഗങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും നിരവധി യഹൂദര് യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവര് കഠിന ഹൃദയം പുലർത്തി. അവരെ യേശു കഠിനമായി കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഖുറാസീൻ നിനക്ക് ദുരിതം, ബേത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ഇവിടെ യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നു, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അപ്പോൾ ആത്മീയമായി വളരുന്നതിനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് മുൻപിൽ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. നമ്മുടെ പേരിൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് കടന്നു വരും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ടും വരും. ഒരാള് രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അയാളിൽ നിരവധി കൃപാവരങ്ങൾ വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അയാളെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യങ്ങളോടെല്ലാം അയാള് സഹകരിക്കണം. ദൈവത്തോട് സഹകരിച്ച് തന്നിൽ ദൈവം വെച്ചിരിക്കുന്ന ആ കൃപാവരങ്ങൾ അത് വർദ്ധിപ്പിക്കുകയും വേണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പാവമാണെന്ന് വചനം പറയുന്നു. ഫിലിപ്പി ലേഖനത്തില് പൗലോസ് അപ്പസ്തോലൻ പറയുന്ന ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ എന്നാണ്. എന്നാൽ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇത് തെറ്റായ ഒരു ട്രാൻസ്ലേഷൻ, തർജ്ജിമ ആണ്. ഇംഗ്ലീഷ് ബൈബിളുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും. ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ എന്നുള്ളതല്ല ശരിയായ തർജ്ജിമ. ഇംഗ്ലീഷ് ബൈബിളുകളിൽ നൽകിയിരിക്കുന്നത് വിത്ത് ഫിയർ ആൻഡ് ട്രെംബിളിംഗ് വർക്കൗട്ട് യുവർ ഓൺ സാൽവേഷൻ എന്നാണ്. അതായത് ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ സ്വന്തം രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. അതായത് നമ്മൾ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ കൃപാവരങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ദൈവത്തോട് സഹകരിച്ച് നമ്മൾ വർദ്ധിപ്പിക്കണം. കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കപ്പെടണം. അതല്ലെങ്കിൽ അത് പാപമാണ്. കാലിക ശിക്ഷ നമ്മുടെ മേൽ കടന്നു വരും. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ വിശദീകരിക്കാം. അതായത് ഒരു സ്കൂളിലെ ഒരു പ്രൈമറി ക്ലാസ് ഒരു ദിവസം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. നാളെ ഓരോ കുട്ടിയോടും ഒന്നിലധികം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ശരിയാകുന്ന ഓരോ ഉത്തരത്തിനും ഒരു മിഠായി, സ്വീറ്റ് വീതം സമ്മാനമായി നൽകുകയും ചെയ്യും. ഇങ്ങനെ കുട്ടികളോട് പറഞ്ഞു വിട്ടാൽ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ടതിന്റെ ആവശ്യമില്ല.
കാരണം ഉത്തരം തെറ്റിച്ചാൽ മിഠായി കിട്ടത്തില്ലെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി തലേദിവസം വൈകുന്നേരം ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞു വിടുന്നത് എന്ന് കരുതുക. അതായത് ശരിയാക്കുന്ന ഓരോ ഉത്തരത്തിനും ഒരു മിഠായി വീതം സമ്മാനമുണ്ട്, തെറ്റിക്കുന്ന ഓരോ ഉത്തരത്തിനും ഓരോ അടി വീതവും ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾക്ക് പേടിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാരണം ഉത്തരം തെറ്റിച്ചാൽ മിഠായി കിട്ടില്ലെന്ന് മാത്രമല്ല, അടി കിട്ടുകയും ചെയ്യും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ എന്ന്. അതായത് രക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ആ കൃപകളോട് നമ്മൾ കൂടുതലായി സഹകരിക്കേണ്ടതുണ്ട്. ആ കൃപയിൽ നമ്മൾ വളരേണ്ടതായുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പേരിൽ കാലിക ശിക്ഷ കയറി വരും. അതുകൊണ്ടാണ് ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാലിക ശിക്ഷ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഭയത്തിന്റെയും വിറയലിന്റെയും ആവശ്യം വരുന്നില്ല. ഇനി ഈ കാലിക ശിക്ഷ ഇവിടെ വെച്ച് സഹിച്ചു തീർത്തില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് സഹിക്കേണ്ടതായി വരും. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ താലന്തുകളുടെ ഉപമ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യജമാനൻ യാത്ര പോകുന്നതിന് മുമ്പ് 3 ഭൃത്യന്മാരെ വിളിച്ചു. ഒരുവന് 5 താലന്ത് കൊടുത്തു, അടുത്തവന് 2 താലന്ത്, അവസാനത്തെ ആൾക്ക് 1 താലന്തും. ഈ 5ഉം 2ഉം താലന്ത് കിട്ടിയവര് അതുകൊണ്ട് പോയി വ്യാപാരം ചെയ്ത് അത് വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ 1 താലന്ത് കിട്ടിയവൻ അത് തുണിയിൽ പൊതിഞ്ഞ് ഭദ്രമായി വെച്ചു. യജമാനൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു, ഭൃത്യന്മാരെ കണക്ക് ബോധിപ്പിക്കാനായി വിളിച്ചു. അപ്പോൾ ഈ ആദ്യത്തെ 2 ഭൃത്യന്മാരെ യജമാനൻ അഭിനന്ദിക്കുന്നതായിട്ടും അവർക്ക് പ്രതിഫലം നൽകുന്നതായിട്ടും നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ താലന്ത് മൂടിവെച്ച ആ ഭൃത്യനെ യജമാനൻ ശിക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ദൈവം നമുക്ക് നൽകുന്ന ആ കൃപകളോട് സഹകരിച്ച് നമ്മളത് വർദ്ധിപ്പിക്കണം, ആത്മീയമായി വളരണം. അല്ലെങ്കിൽ അത് ശിക്ഷാർഹമായ പാപമാണ്. അതിന്റെ പേരിൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് കടന്നു വരും. ഇനി നിരവധി വ്യക്തികൾക്ക് അവര് രക്ഷയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ പല ശുശ്രൂഷകൾ ചെയ്യാനുള്ള കൃപയും അഭിഷേകവും പരിശുദ്ധാത്മാവ് നൽകുന്നു. ഈ കൃപകൾ ഉപയോഗിച്ച് അവര് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യണം. എന്നാൽ നമ്മൾ ഇന്നത്തെ ക്രൈസ്തവ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അനേകം ശുശ്രൂഷകര് ഈ ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നു, അല്ലെങ്കിൽ ഉദാസീനത കാണിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇത് ശിക്ഷാർഹമായ പാവമാണെന്നാണ് വചനം പറയുന്നത്. ചില ദൈവവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതായത് രക്ഷയിലേക്ക് കടന്നു വരുന്ന പല വ്യക്തികൾക്കും പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷയ്ക്കുള്ള കൃപ നൽകുന്നു. അതുപയോഗിച്ച് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യണം. ഉദാസീനത കാണിച്ചു കഴിഞ്ഞാൽ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് കടന്നു വരും. ഈ ഒരു അവസ്ഥയിൽ മരിച്ചു കഴിഞ്ഞാൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായി വരും. ഇനി ശുദ്ധീകരണ സ്ഥലം എന്നൊരു അവസ്ഥ ഉണ്ട് എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതേക്കുറിച്ച് വരുന്ന വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും.